ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീസസ് ഇസ് കോൾഡ് ദ സെക്കൻഡ് ആദം. ഈശോ രണ്ടാം ആദം. ഒന്നാം ആദത്തിൻ്റെ തെറ്റുകളും കുറവുകളും പരിഹരിക്കുന്ന രണ്ടാം ആദമാണ് ഈശോ മിശിഹ. ആദം മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിലേക്ക് വന്നു. രണ്ടാം ആദം പാപപരിഹാരം ചെയ്ത് മരണത്തിന് മരണം കുറിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തു. ഒന്നാം ആദം മരത്തോട് ചേർന്ന് പാപം ചെയ്തെങ്കിൽ രണ്ടാം ആദം തൻ്റെ പീഡിത ശരീരം മരത്തോട് ചേർത്ത് പാപ പരിഹാരം ചെയ്തു. ഒന്നാം ആദം ഭക്ഷണത്താലേ പാപം ചെയ്തെങ്കിൽ രണ്ടാം ആദം സ്വന്തം ശരീരം ഭക്ഷണമായി നൽകി പരിഹാരം ചെയ്തു. ഒന്നാം ആദം ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയെങ്കിൽ രണ്ടാം ആദമായ ഈശോ മരണത്തോളം അനുസരണമുള്ളവനായി മാറി. ഒന്നാം ആദം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ശരീരത്തിന് സുഖം നൽകിയപ്പോൾ രണ്ടാം ആദമായ ഈശോ 40 ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചു. ഒന്നാം ആദം പാപം ചെയ്യാൻ ഒരു സ്ത്രീയെ കൂട്ടിന് കൂട്ടിയെങ്കിൽ രണ്ടാം ആദത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ കുരിശിൻ്റെ വഴിയെ നടന്ന് പാപപരിഹാര പ്രവൃത്തിയോട് സഹകരിച്ചു. ഒന്നാം ആദം ഒരു തോട്ടത്തിൽ ഭക്ഷിച്ച് സുഖിച്ചു. രണ്ടാം ആദം ഒരു തോട്ടത്തിൽ ഭക്ഷിക്കുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്താൽ രക്തം വീർത്തു. ഒന്നാം ആദം സംസ്കരിക്കപ്പെട്ട ഗാഗുൽത്താമലയുടെ നെറുകയിൽ തന്നെയാണ് രണ്ടാം ആദത്തിൻ്റെ കുരിശുയർന്നതും. ആ രണ്ടാം ആദത്തിൻ്റെ കുരിശിൽ നിന്നൊഴുകിയിറങ്ങിയ രക്തം ആദത്തിൻ്റെ തലയോട്ടിയെ നനച്ചുവെന്നും അങ്ങനെ പാപപരിഹാരം പൂർണ്ണമായി എന്നും പറയപ്പെടുന്നു. ആമേൻ.